എല്ലാവർക്കും നമസ്കാരം. വെറി സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ആ സിനിമയുടെ അണിയറ പ്രവർത്തകരും താരങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ആദ്യം എൻ്റെ മനസ്സിലൊരു നല്ലൊരു കോമഡി സിനിമ ഞാൻ പ്ലാൻ ചെയ്തത്, പക്ഷേ വന്നു വിട്ടത് വെറി എന്നൊരു സൈക്കോ ത്രില്ലറിലേക്കാണ്. അതിൽ വരാൻ മെയിൻ കാരണമായത് ഇതിൻ്റെ റൈറ്ററാണ് ഷംസീർ ഖാൻ. കാരണം പുള്ളി ആദ്യം ഒരു പടം പ്രൊഡ്യൂസ് കം റൈറ്ററായിരുന്നു. അത് 7 ദിവസം ഷൂട്ട് ചെയ്തു. പാലക്കാടായിരുന്നു ഷൂട്ട്. ആ 7 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയ വിഷയങ്ങൾ വന്നു. ആർട്ടിസ്റ്റ് തമ്മിൽ ക്ലാഷായി. അങ്ങനെ ആ പടം ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം 2 വർഷം 2-3 വർഷം കഴിഞ്ഞിട്ടാണ് വെറിയിലോട്ട് വന്നത്. അപ്പോൾ വെറി വന്നപ്പോൾ ആദ്യം അവർ പറഞ്ഞു നമുക്ക് ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ചെറിയൊരു മൂവി ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സബ്ജക്റ്റാണ്, ചെറുതായിട്ട് ചെയ്യാൻ ഞാനില്ല, ചെയ്യണമെങ്കിൽ കുറച്ച് വൈഡായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ഞങ്ങൾ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ ഒരു രക്ഷയില്ല. കാരണം എല്ലാവരും ന്യൂക്കമറാണ്. അപ്പോൾ ന്യൂക്കമർ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പ്രോബ്ലം അറിയാമല്ലോ, ന്യൂക്കമർ ഫീൽഡിൽ വരുന്നതിന്. അങ്ങനെ ഞങ്ങൾ ഒരു സിനിമയ്ക്കകത്തൊന്ന് ചെകഞ്ഞു ആരെയൊക്കെ നമുക്ക് കാസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോഴാണ് ശ്രീരാജ് കാപ്പാട് നമ്മുടെ അകത്ത് സൈക്കോട്ട് അഭിനയിച്ച പുള്ളി ജോയിനിങ് ആയി. ശ്രീരാജും കൂടി ഇരുന്നപ്പോൾ നമുക്കിങ്ങനെ കുറേ തോട്ടുകൾ വന്നു. നമ്മളതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്തു. അങ്ങനെ ആദ്യമായിട്ട് കാസ്റ്റ് ചെയ്തത് ജോമോൻ ജോഷിയാണ്. ഞങ്ങൾ ജോമോൻ്റെ അടുത്ത് കഥ പറയുമ്പോൾ ജോമോൻ ആദ്യം ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വരുമോ, ഞാൻ പറഞ്ഞു നോക്കാം, നമുക്ക് ശ്രമിക്കാം. അപ്പോൾ പുള്ളി കഥ കേട്ടതിന് ശേഷം പറഞ്ഞു നല്ല സബ്ജക്റ്റാണല്ലോ. അപ്പോൾ ബഡ്ജറ്റ് കേട്ടപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു ഇത്രയേ ഉള്ളൂ, നല്ല ബഡ്ജറ്റാണല്ലോ. അങ്ങനെ പിന്നെ അത് ജോമോൻ കഥ കേട്ടു. അപ്പൊ നമ്മള് ടീം വർക്ക് ഉണ്ടപ്പോൾ ജോമോൻ, അങ്ങനെയാണ് ജോമോൻ വന്നത് എൻ്റെ വിശ്വാസം. കാരണം പിന്നെ ആ ഫോളോ അപ്പ് കൃത്യമായിട്ടുണ്ടായി. അങ്ങനെ നമ്മളൊരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറിലേക്ക് പോയി. അങ്ങനെ ആ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ വന്നു. അദ്ദേഹം പിന്നെ നമ്മുടെ പ്രൊഡ്യൂസറാണ്. അതാണ് കാര്യം. ഞാൻ എപ്പോഴും പറയാം, ഒരു സിനിമയുടെ നെടും തൂണെന്ന് പറയുന്നത് സുനിലേട്ടൻ തന്നെയാണ്. അതിന് ഒരു മാറ്റമില്ല. കാര്യം ഇതിൻ്റെ നമ്മുടെ സിനിമയുടെ പൂജ ചെയ്തത് രാജൻ സാറാണ്. അദ്ദേഹം 3 അതായത് പൂജ, നമ്മുടെ ഓഡിയോ ലോഞ്ച്, നമ്മുടെ ട്രെയിലർ ലോഞ്ച്, ഈ 3 അടുത്തും കൃത്യമായി വന്നിട്ട് സാർ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, നിങ്ങളിത് പൂർത്തിയാക്കി അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പുള്ളി പറയാം. പല പടങ്ങളും ഇരുന്ന് പോകുന്നതാണ്. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, അത് സുനിലേട്ടൻ തന്നെയാണ്. അപ്പോൾ എനിക്കൊന്നൊരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വെറി. അതെ, ചെറിയൊരു ഇടവേള. അതെ, തീർച്ചയായിട്ടും. കാര്യം കൊറോണ നമുക്ക് കുറച്ച് ബാധ്യത ഉണ്ടാക്കി വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് പലരും പല വഴികളിലോട്ടായി. പിന്നെ ഇവരെ വീണ്ടും ഒന്ന് ക്രോഡീകരിച്ച് അതിനെ ഒന്ന് ഫൈനലാക്കി വരാനുള്ള കാലതാമസം എടുത്തു. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെന്റിൽ നിൽക്കുകയാണ്. ഇതിനകത്ത് പറയാം, ഒരു ടീം വർക്ക് തന്നെയായിരുന്നു വരുന്നത് പറയാം. ഓക്കെ, ജോമോനിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം പറഞ്ഞു. ബാക്കി ഓരോ ആർട്ടിസ്റ്റുകളും വന്നതാണോ അതോ അങ്ങോട്ട് ചെന്നതാണോ? എല്ലാ നിമിത്തങ്ങളാണ് സംഭവിച്ചത്. അതായത് ആദ്യം നമ്മൾ സ്ക്രീനിലുള്ള ഒരു മെയിൻ ആർട്ടിസ്റ്റ് തന്നെയാണ് കാസ്റ്റ് ചെയ്തത്. പക്ഷെ പുള്ളി പറഞ്ഞ റെമ്യൂണറേഷനിലാണ് ഞങ്ങൾ തട്ടിയത്. അങ്ങനെ നമ്മൾ യാദൃശ്ചികമായിട്ട് എൻ്റെ ആശ ബിനു എന്നായിരുന്നു പറയും, അറിയാതിരിക്കുമല്ലോ എനിക്ക്. ഇപ്പൊ ബിനു ചേട്ടൻ്റെ അടുത്ത് ഈ ഫോട്ടോ ആണ് പറഞ്ഞു, കൊള്ളാലോ അവൾ അഭിനയിക്കുമോ? അപ്പം പറഞ്ഞു അഭിനയിക്കും, നമുക്ക് നോക്കാം. അങ്ങനെ ഒരാൾ കാസ്റ്റ് ചെയ്യപ്പെട്ടതാണ് നമ്മുടെ CID. അങ്ങനെ പുള്ളിയിലേക്ക് വന്നു. ഇപ്പൊ പുള്ളിയുടെ കഥ പറഞ്ഞില്ലേ, എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാ. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഇപ്പൊ പറഞ്ഞില്ലേ ഇതാണ് അഭിനയം എന്ന് പറഞ്ഞത്. ആ പുള്ളി ഒന്നും അറിയില്ല എന്ന് പറയും, പക്ഷെ സ്ക്രീനിൽ ഭയങ്കര പെർഫോമൻസ്. അതുപോലെ തന്നെ സജിലേക്ക് വന്നത് ശ്രീരാജ് വഴിയാണ്. ഇവർ രണ്ടുപേരും ശ്രീരാജ് ആണ് കാസ്റ്റ് ചെയ്തത്. പക്ഷെ മിസ്കാസ്റ്റിംഗ് അല്ല, കറക്റ്റ് കാസ്റ്റിംഗ് തന്നെയാണ്. പുള്ളിക്കാരൻ മിലിറ്ററിയിൽ നിന്ന് ഓൺ റിട്ടയർ എടുത്ത്. പക്ഷെ ആ ഒരു അതായത് മിലിറ്ററി ടൈം നമുക്ക് സിനിമ ഉപകാരപ്പെട്ടു. ചുമ്മാ ഒരു നിങ്ങളൊക്കെയാണ് പോയത്. നമ്മളൊരു അതിനകത്ത് സീക്വൻസ് ഇല്ല. അതുപോലെ കിരൺ സരിക വരുന്നത് ഞങ്ങളുടെ ഇന്ത്യൻ സുഹൃത്ത് അനൂപ് പരലക്ഷ്മി, നമ്മുടെ കോമഡി സ്റ്റാറിലൊക്കെ ഉള്ള അനൂപ് പരലക്ഷ്മിയാണ് പുള്ളി കണക്ട് ചെയ്തിരുന്നത്. അപ്പം നമ്മളത് വേറൊരു ആർട്ടിസ്റ്റ് വെച്ചിരുന്നതാണ്. ആർട്ടിസ്റ്റിനെ വിളിച്ച് 2 പ്രാവശ്യം വിളിച്ചപ്പോൾ പുള്ളി ഒന്ന് ആ ഒരു ക്യാരക്ടർ ഇങ്ങനത്തെ ക്യാരക്ടർ അല്ലേ എന്ന രീതിയിൽ പോയപ്പോഴത്തേക്കും പുള്ളി ഒന്ന് പമ്മി. പക്ഷെ എങ്കിലും അത് കിരൺ സരിക വന്നപ്പോൾ നന്നായിട്ടുണ്ട്. കാരണം ഒരു ബോണ്ട് വന്നു ഇവർ 3 അതായത് ഇവർ 2പേരും, ഒരു പോലീസ് ഓഫീസറും ആ പുള്ളിക്കാരൻ ഒരു പ്രതിയായി എന്ന് പോകുന്ന സംഭവത്തിലാണ്. ആ ബോണ്ട് നന്നായിട്ട് വർക്കൗട്ടായി. വെറിയിലെ പോലീസ് ഓഫീസർ, റിയൽ ലൈഫിൽ ബിസിനസ്സുകാരൻ. അതൊരു പഴയ കഥയാണ്. ഒരു പാസ്റ്റ് സ്റ്റോറിയാണ്.
ഭൂതകാലം. അത് പഴയ ഒരു ഡിഫൻസിൽ സെലക്ഷൻ ആയി അതിൽ കുറച്ച് പോയിട്ട് അത് വൈൻഡപ്പ് ചെയ്തു. അതിനുശേഷം അതെ, അതിനുശേഷം ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം ബിസിനസ്സിലോട്ട് വന്നു സജീവമായിട്ട്. ഞാൻ ഹോട്ട് വീൽസ് എന്നുള്ളൊരു സ്ഥാപനമുണ്ട്. അപ്പോൾ പരസ്യം പ്രൊഡ്യൂസർ നോട്ട് ദ പോയിന്റ്. പ്രൊഡ്യൂസർ നോട്ട് ദ പോയിന്റ്. അതെ അതെ നോട്ട് ചെയ്തു. അതിൽ ഷാൻ ചേട്ടൻ, ഞാൻ +2 പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കസിൻ ബ്രദറിന് ഫിലിമിൽ അഭിനയിക്കാൻ അവസരം നോക്കി പോയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സൈക്കിളിൽ പോകായിരുന്നു. അപ്പോൾ പുള്ളി അകത്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കാസ്റ്റിംഗ് നടക്കുകയാണ്. ഞാൻ പുറത്ത് അവനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഡയറക്ടർ ഒന്ന് പറഞ്ഞു, പുള്ളി ചായ കുടിക്കാൻ ഇറങ്ങി. അപ്പോൾ എന്താണ് നീ ഇവിടെ ഇരിക്കുന്നത്, ഇൻ്റർവ്യൂവിന് വന്നു കഴിഞ്ഞാൽ അകത്ത് പോകണ്ടേ, നീ അകത്ത് പോകുന്ന പറഞ്ഞ് ഓട്ടിച്ചു വിട്ടു. അവസാനം ഞാൻ സെലക്ട് ആയി, ബ്രദർ. അങ്ങനെ ആ സിനിമയിൽ ഒരു ക്യാരക്ടർ ഫസ്റ്റ് കിട്ടി. അന്ന് ഷാൻ ചേട്ടനെ പരിചയപ്പെട്ടത്. ഇൻഡസ്ട്രിയിൽ വന്ന് ഓക്കെ. അതിനുശേഷം ഒരുപാട് സീരിയലിൽ അഭിനയിക്കാൻ അവസരം കിട്ടി. പോലീസ് ക്യാരക്ടറാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. ബേസിക്കലി എന്റെ കയ്യിൽ പോലീസ് ഡ്രസ് ഉണ്ട്. ഏത് ഷൂട്ടിന് വിളിച്ചാലും എന്റെ പോലീസ് ഡ്രസ് ഉണ്ട്. അങ്ങനെ ഒരു പോലീസുകാരനായതാണ്. എല്ലാരും കൂടെ ട്രോളിക്ക് ശരിയാക്കി. അപ്പോ ആ പോലീസ് ക്യാരക്ടറിന്റെ കോസ്റ്റ്യൂമും എല്ലാം കുറച്ച് നല്ലതായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. അപ്പോൾ അത് കണ്ടിട്ട് പലരും ആ ഒരു ക്യാരക്ടറിലോട്ട് കണ്ടിന്യൂസ് പോലീസ്. അപ്പോൾ അതിൽ അഭിനയിക്കാനായിട്ട് ഷാൻ ചേട്ടൻ ഇങ്ങനെ ഒരു അവസരം തന്നു. അത് നെയ്യാറ്റിൻകര സ്റ്റേഷനിൽ എല്ലാ സ്റ്റേഷനിലും വിളിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ ഷാൻ ചേട്ടൻ ഇങ്ങനെ ഒരു അവസരം പറഞ്ഞു, വന്നു. ഇവിടെ നമ്മൾ സെറ്റിൽ വന്ന് എല്ലാവരും പരിചയപ്പെട്ട ഒരു ഫാമിലി സിസ്റ്റം. അതിനകത്ത് നമുക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരായിട്ടുള്ളൊരു ഫീൽ ഇല്ല. ആദ്യത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് വിപിൻ ചേട്ടനാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ CI ആണ്, ഞാൻ SI ആണ്. അപ്പോൾ നമ്മളെ കോംബോയാണ് ഇതിൽ ഏറ്റവും അടിപൊളി കോംബോ, സത്യം പറഞ്ഞാൽ. ആണ്, സീരിയസ്ലി. സ്വന്തം പോഴ്ത്തുന്നത് ഇഷ്ടമല്ല എനിക്ക്. പുള്ളി മര്യാദക്കൊന്നും അഭിനയിക്കാൻ പറ്റില്ല. ഞാൻ എല്ലാം ട്രോളി ചിരിച്ച്. അതെ, പുള്ളി സീരിയസ് ആയിട്ട് നിൽക്കുമ്പോൾ ഞാൻ സൗണ്ട് ചെയ്തു. അങ്ങനെയായിരുന്നു ആ സീനൊക്കെ നമ്മൾ ചെയ്തത്. വളരെ എൻജോയ് ചെയ്താണ് ചെയ്തത്. ഒരു അരമണിക്കൂർ കൊണ്ട് തീരേണ്ട ഫൈറ്റ് സീൻ വൈകുന്നേരം 4 മണി മുതൽ വെളുപ്പംകാലം 5 മണി വരെ ഫൈറ്റ് ചെയ്തു. അത് അവസാനം മെയിൻ ആയിട്ടുള്ള CIയും പ്രതിയും കിടപ്പിലായി. കാരണം അത്രയ്ക്ക് പരിക്കേറ്റു. ഫൈറ്റ് മാസ്റ്റർ ഫൈറ്റ് പഠിപ്പിച്ചൊക്കെ തളർന്നു. നമ്മൾ പരസ്പരം കോംബോ പ്രാക്ടീസ് തുടങ്ങി. അപ്പോ പ്രതിക്ക് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. പ്രതിക്ക് സെറ്റ് ആവുന്നില്ല. അവസാനം പ്രതി ഒറിജിനൽ അടിയൊക്കെ വാങ്ങി റിയൽ ആയിട്ട് ഫൈറ്റ് ചെയ്തു. സീരിയസ്ലി അങ്ങനെയായിരുന്നു. അല്ല, സംഭവം വേറെ ഒന്നുമില്ല. പുള്ളി തൂക്കിയെടുക്കുമ്പോഴത്തേക്കും ആള് മുങ്ങിപ്പോവും. പക്ഷെ നല്ല എൻജോയ് ചെയ്തിട്ടാണ് സിനിമ ചെയ്തത്. എല്ലാ നമ്മുടെ ടീം മെമ്പേഴ്സ്, സാറ് ഇതിലെ പ്രൊഡ്യൂസർ ആണെന്ന് ഞാൻ അറിയുന്നില്ല. നമ്മൾ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ സജിൻ ഇതിലുള്ള എക്സ്പീരിയൻസ് ഇത് നേരത്തെ അഭിനയിച്ചു. അപ്പം ഞാൻ തള്ളി മറിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ്, എനിക്കറിയുന്നില്ല. അപ്പോൾ നമ്മൾ കാര്യമൊക്കെ പറഞ്ഞ് അപ്പോൾ ചായ കുടിക്കാൻ, ഭക്ഷണം കഴിക്കാൻ എല്ലാം പുള്ളി ഇതിൽ ഓരോരുത്തരും നല്ല ആത്മാർത്ഥമായിട്ടൊക്കെ എല്ലാം ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ പിന്നെ നമ്മൾ എല്ലാം വൈബല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞു. ബിപിൻ ചേട്ടൻ പിന്നെയാണ് പറയുന്നത്, ഇതാണ് പ്രൊഡ്യൂസർ. അപ്പോഴേ കുഴപ്പമില്ല, എൻജോയ്. ഏറ്റവും കൂടുതൽ ഷാജേട്ടൻ വഴക്ക് പറയണ എപ്പോഴാണെന്നറിയോ? പുള്ളി എപ്പോഴും വഴക്ക് പറയുന്നത് എന്തിനാണെന്നറിയോ? സാറുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കും, ലൊക്കേഷനിൽ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കും, നമ്മളാ ബഹളം വെക്കുന്നത്, പ്ലീസ് സൈലന്റ്. അവസാനം ഷാൻ ചേട്ടൻ സാറിനെ വരെ വഴക്ക് പറഞ്ഞാണ്. അങ്ങനെ എൻജോയ് ചെയ്തിരുന്ന കുറച്ച് നിമിഷങ്ങളുണ്ടായിരുന്നു. വളരെ എൻജോയ് ചെയ്തു, ആ സിനിമ ചെയ്തു. അത് കാരണം എനിക്ക് അടുത്തൊരു സിനിമയിൽ നായക വേഷമൊക്കെ കിട്ടി. ഒരു ക്യാരക്ടർ ഭീമ നർത്തകി എന്നുള്ള സന്തോഷ് സാറിൻ്റെ ഫിലിമിനകത്ത് നായകനായിട്ട് അഭിനയിച്ചു. അതൊക്കെ നല്ല ഫിലിമായിരുന്നു, ക്ലാസിക്കൽ കാറ്റഗറി ഫിലിമായിരുന്നു. അപ്പോൾ അതെ സാറിൻ്റെ ഫിലിമിലാണ് അവസരം കിട്ടിയത്. അങ്ങനെ തുടർന്ന് ഇപ്പോൾ കുറേ ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ നമുക്കൊരു അത്രയും പ്രൊഫൈലാണ്, കുറച്ച് വൈകി, പക്ഷെ നമ്മളത് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ലേറ്റസ്റ്റ് അവർ. പിന്നെ അതിന് ഒരു നല്ലൊരു ടീം മെമ്പേഴ്സ്, നല്ലൊരു കണക്ഷൻ. ആ സിനിമ അവിടെ ഷൂട്ട് കഴിഞ്ഞെങ്കിലും എല്ലാ ദിവസവും നമ്മൾ മിക്ക ടൈമിലും ആ കണക്ഷൻ മെയിൻ്റെ, എസ്പെഷ്യലി ട്രിവാൻഡ്രത്ത് ബിപിൻ ചേട്ടനുണ്ട്,
സാറ് വല്ലപ്പോഴൊക്കെ വിളിച്ച് തിരക്കാറുണ്ട്, ഷാൻ ചേട്ടൻ, പിന്നെ ക്യാമറാമാൻ. എല്ലാ തെറ്റുപറ്റുമ്പോഴും പറയും കുഴപ്പമില്ലടാ, ഞാൻ ഇത് റെക്കോർഡ് ചെയ്തിട്ടില്ല, നീ ഒന്നേന്ന് ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ നല്ല പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ്. അപ്പൊ അല്ല, അതിൻ്റെ അകത്തൊരു മെയിൻ നമ്മുടെ ഫൈറ്റിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഇത് പൊട്ടിക്കുന്ന സംഭവം, അതായത് അഞ്ഞലൂഞ്ഞാൽ അതിലേക്ക് വീഴുന്ന ഷോട്ടാ. അപ്പൊ അതിന്റെ ഡെമ്മി ചെയ്തു, സെറ്റ് ചെയ്ത് വെച്ചു, എല്ലാം ഓക്കെ ആയി. ഈ ഫൈറ്റ് മാസ്റ്റർ ആക്ഷൻ പറഞ്ഞു, പുള്ളി പറയാ റോൾ ചെയ്തില്ല. അവസാനം പിന്നീട് രണ്ടാമത് പുള്ളി ഞാൻ പറഞ്ഞു റെഡി എന്ന് പറഞ്ഞു. പുള്ളി ആക്ഷൻ വിളിച്ചു, റെഡി മാത്രമേ റോളിംഗ് പറഞ്ഞില്ല. അതിനു മുമ്പേ ഇതെല്ലാം പൊട്ടി, എല്ലാം തൂക്കി. ആ സമയത്ത് തന്നെ റെക്കോർഡ് ചെയ്ത് ജസ്റ്റ് കുറച്ച് മുന്നേ കിട്ടേണ്ടത് കുറച്ച് ലേറ്റ് ആയിട്ട് കിട്ടിയത്. എല്ലാത്തിന് ഇരയായത് ഞാൻ. ഒറിജിനൽ ഫൈറ്റ് ആയിരുന്നു. വീഴുന്നത് ബാതിൽ പൊളിച്ചതൊക്കെ എന്നെ എടുത്തെറിഞ്ഞിട്ടാണ്. അതെ, ഡമ്മി ആയിരുന്നു, നല്ല ഡമ്മി ആയിരുന്നു. അല്ല, ആ ഫൈറ്റ് നമ്മൾ വൈകുന്നേരം എനിക്ക് തോന്നുന്നു 4 മണിക്ക് തുടങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെ 6:30ക്കാണ് കഴിഞ്ഞത് ഒരു ഫൈറ്റ്. പക്ഷെ അറിഞ്ഞില്ല അതില് അല്ല സമയം. അതില് സീനിയോറിറ്റി ഒന്നുമില്ല. എല്ലാരും ഷൂട്ട് കഴിഞ്ഞിട്ട് ബെഡൊന്നും ആർക്കും വേണ്ട, എല്ലാരും ഫ്ലോറിൽ കിടന്നാ ഉറങ്ങി. അത്രയും ഒരു ടീം വർക്ക്. അതെ. അല്ല, അത് സമ്മതി കേട്ടോ, വേറെ ഒന്നുമില്ല. ബാക്കി എല്ലാവരും ഇരുന്നെങ്കിലും ഇവർ രണ്ടും പിന്നെ നമ്മുടെ സൈക്കോട്ട് അഭിനയിച്ച പുള്ളിയും 3 പേരും ഈ ത്രൂ ഔട്ട് ഇവർ 3 പേരും വേറെ ഇല്ല, ത്രൂ ഔട്ട് ഇവരങ്ങനെ നിൽക്കുകയായിരുന്നു. അവരൊക്കെ സമ്മതിച്ചേ പറ്റൂ. കാര്യം അവരുടെ ഒരു ഡെഡിക്കേഷനെക്കാളും അവിടെ പവർ, ആ വിൽ പവർ ഇല്ലെങ്കിൽ. കാര്യം ഞങ്ങൾ 2 ചീഫ് അസോസിയേറ്റ് ഞാനുണ്ടായിരുന്നു. ഞങ്ങൾ മാറി മാറി നിന്നത്, കാരണം ഞങ്ങൾക്ക് നിൽക്കാൻ വയ്യായിരുന്നു, കാരണം ഞങ്ങൾ ടയർഡായി. അപ്പൊ നമുക്കിനി നിങ്ങളുടെ എല്ലാവരെയും വിഷ്വൽസ് ഒക്കെ എടുത്ത മനുഷ്യനിലേക്ക് പോകാം. വലിയൊരു മനുഷ്യനാണെന്ന് തോന്നുന്നു. അതെ അതെ അതെ, അത് എല്ലാ പ്രാവശ്യവും കിട്ടും അവാർഡ്, ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നത്. ചെറിയ അവാർഡ് പറയുന്നത് പുഞ്ചിരി ആർട്സ് ആൻഡ് സ്പോർട്സ് അവാർഡ് എല്ലാ അവാർഡിനെ പോലെ തന്നെ ഒരു രൂപ നേരത്തെ ചെയ്ത ഒരു പടത്തിന് വേണ്ടിയിട്ട്. അപ്പോ വെറിയിലേക്കുള്ള യാത്ര എത്തിപ്പെട്ട യാത്ര അല്ലെ? എത്തിപ്പെട്ട യാത്ര ഞാനും ജോമോനും നമ്മളെ ഒരു സിനിമ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഇതിന്റെ അസോസിയേറ്റ് ആയിരുന്നു വിളിക്കുന്നത്. നമുക്കൊരു പടം അങ്ങനെ ഓണായി നിൽപ്പുണ്ട്, അതിലേക്ക് പോവാൻ. പിന്നെ ആ പടം പകുതിയിൽ നിർത്തി ഈ പടത്തിലേക്ക് ജോയിൻ ചെയ്തു. അല്ല, ആദ്യം വരാൻ കൂട്ടാക്കിയില്ല. ആദ്യം ഞാൻ ചെയ്യുന്നില്ല, ഞാൻ വലിയ പടങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ്. നമ്മളപ്പോ പറഞ്ഞു ബൂസ്റ്റ് ചെയ്തു. പകുതി മനസ്സിൽ നിന്ന് മുഴുവൻ മനസ്സിലോട്ട് മാറ്റി. ആ ഫ്ലോ പോയി. അസോസിയേറ്റും ജോമനും കൂടെ ഇവര് ഈ പടത്തിലുണ്ട്, പോന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇതിലേക്ക് പോന്നു, പിന്നെ ഇതിൽ വന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ ഫുൾ ഫണ്ണായിരുന്നു, അടിപൊളിയായിരുന്നു. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ അതെ, ഫണ്ടിന്റെ ഇടയിൽ സമയം കിട്ടുമ്പോൾ ഷൂട്ട് ചെയ്യും. അല്ല, രാഹുൽ എൻജോയ് ചെയ്താൽ നമ്മൾ ചെയ്ത്. എൻ്റെ അസോസിയേറ്റ് രാഹുൽ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങൾ ആ പടം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പുള്ളി വരാൻ കൂട്ടാക്കുന്നില്ല. അപ്പോൾ പുള്ളിയുടെ ഒരു വർക്ക് അതൊക്കെ കണ്ടിട്ട് എന്നോട് പറഞ്ഞു കൊള്ളാം, നമുക്ക് വിളിക്കാം, പുള്ളി ആപ്റ്റാണെന്ന് പറഞ്ഞു. അപ്പം ബിജു നമ്മുടെ കണ്ടോണ്ട് ബിജുവും പറഞ്ഞു എനിക്കും അറിയാം, അത്യാവശ്യം പുള്ളി വർക്ക് ചെയ്യും. അത്യാവശ്യം അത് നമ്മുടെ ഒരാൾ പറയാൻ പോലെ പറഞ്ഞു, അത്യാവശ്യം വർക്ക് ചെയ്യുന്ന പറഞ്ഞത്. ഓക്കെ, നീ എങ്ങനെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പം വിളിച്ചപ്പോൾ ഭയങ്കര ഇല്ല, എനിക്കത് അതിനെ ചെയ്യണം. 2 ദിവസം ഞാൻ വിളിച്ച് പറഞ്ഞു ഞാൻ വരാം. പിന്നെയാണ് അറിയണത് രാഹുൽ നന്നായിട്ട് ബ്രെയിൻ വാഷ് ചെയ്തു. രാഹുൽ മാത്രമല്ല, ഞാനും ബ്രെയിൻ വാഷ് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും അപ്പുറം നിന്ന് ബ്രെയിൻ വാഷ് ചെയ്തു. അതെ, ആ സമയത്തൊക്കെ ഫുൾ വർക്കില്ലായിരുന്നു. പുള്ളി വരാൻ നല്ല വിസമ്മതിച്ചു. അതിന് ബാക്കി കണ്ടിന്യൂ. അല്ല, അവിടെ പുള്ളിക്ക് ഇരുന്ന് ചെയ്തായിരുന്നു. അതെ അതെ അതെ, പുള്ളി അവിടെ എനിക്ക് ഒരിടത്ത് ഇരുന്നിട്ട് ചെയ്താൽ മതി, എല്ലാം പറഞ്ഞു കൊടുത്താൽ മതി, ചെയ്യാൻ പറയാം, റെക്കോർഡിങ് മാത്രം ചെയ്താൽ മതിയായിരുന്നു. സ്വിച്ച് മാത്രം ഞെക്കിയാൽ മതിയായിരുന്നു. ഇവിടെ വന്ന് ഏറ്റവും അത്രേ ഉള്ളൂ. രസമായിരുന്നു, ഭയങ്കര രസമായിരുന്നു. എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. പിന്നെ ഷൂട്ട് കഴിയുമ്പോൾ ഞങ്ങൾ ഡാൻസ് ഒക്കെ കളിച്ച് എല്ലാവരും പറയുന്നത്
പറയുന്നുണ്ട്, അത് ഞാനൊന്ന് ഒഴിവാക്കി. അല്ല ഫൈറ്റ് ഷൂട്ട് ചെയ്യാൻ എക്സ്പീരിയൻസ് ചോദിക്കാം, അതാണ് കുറച്ചുകൂടി ബെറ്റർ. ഫസ്റ്റ് മുതൽ അവസാനം വരെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കാര്യങ്ങൾ മാത്രമേ അതിൽ നടക്കൂ. 19 ദിവസമല്ലേ ഷൂട്ട് ചെയ്തത്? 19 ദിവസം തങ്ങി നിൽക്കുന്ന അവിടെ ഓരോ അരിയും പറക്കി. എല്ലാവരും ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. എല്ലാവരും ആക്ടേഴ്സ് ആയാലും കൺഫ്യൂസ്ഡ് ആണ്, ശരിയാണോ. പക്ഷെ എക്സ്പീരിയൻസ് ഉള്ള ആക്ടറൊക്കെ ആയാലും നന്നായിട്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷെ കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ, ഇത് ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള. പക്ഷെ എല്ലാവരും പക്ക ഭയങ്കര അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത്. പുതുതായിട്ട് വന്ന എല്ലാ ആൾക്കാരും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെക്കാളും നന്നായിട്ട്. അതെന്നെ കുത്തി ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്നെന്തോ കുത്തി മനഃപൂർവ്വം കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. എല്ലാവരും നല്ല ഇതായിരുന്നു. കൺഫ്യൂഷൻ എൻ്റെ അടുത്ത് ചോദിക്കും, അതുപോലെ ഓക്കെ എന്ന് പറയും. പിന്നെ ചില ഈ കൺഫ്യൂഷന്റെ ഇടയിൽ ഡയലോഗ് തെറ്റും, അത് നമ്മൾ ഫണ്ണായിട്ട് അങ്ങ് തീർക്കും. പക്ഷെ ഈ ഫണ്ണായിട്ട് തീർക്കുമ്പോ ഏറ്റവും കൂടുതൽ ടെൻഷൻ പ്രൊഡ്യൂസർക്കാ. ദൈവമേ ഇന്ന് തീരൂലേ എന്നുള്ള ടെൻഷൻ പ്രൊഡ്യൂസർക്കാ. പ്രൊഡ്യൂസറോട് അഭിനയിക്കുന്നുണ്ട്, കുഴപ്പമില്ല, അതും ഒരു ഫണ്ണായിട്ട്. പുള്ളിക്ക് ഒരു ചാപ്റ്റർ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അതെങ്ങനെ അവിടെ നിന്ന് പഠിക്കും. കാരണം എന്തെങ്കിലും മിണ്ടി കഴിഞ്ഞാൽ സീൻ വിളിക്കും. അല്ല ഒരു കാര്യം കൂടെ ഉണ്ട്, പുള്ളി ജോമോനെ നന്നായിട്ട് ഓടിച്ചിട്ടാണ്. അല്ല അത് ഞാൻ പറയുമ്പോ പറയാൻ നിൽക്കായിരുന്നു, ഞാൻ എക്സ്പീരിയൻസ് ചോദിക്കുമ്പോ പറയാൻ നിൽക്കായിരുന്നു. ജോമാനെ ഞാനൊരു 3 പടമായി. മൂന്നാമത്തെ പടം. ഈ 3 പടത്തിലും ജോമാൻ ഓടിയിട്ടുണ്ട്. ഞാൻ ക്ഷീണിച്ചത് അങ്ങനെയാണ്, ഓടി ക്ഷീണിച്ചാണ്. വർക്കൗട്ട് ഒന്നുമല്ല, ഓടി ക്ഷീണിച്ചു. യൂണിവേഴ്സിറ്റി മൊത്തം ഓടിച്ചു ഒരു പടത്തില്. യൂണിവേഴ്സിറ്റി ഫുള്ള് ഇറക്കി. ഇത് പിന്നെ നാട്ടുമ്പുറം മൊത്തം. അതെ അത് 3 ദിവസം ഒരു ഇങ്ങനെ പയ്യെ പോയി. പിന്നെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നു, പിന്നെ ഭയങ്കര ത്രിൽഡായി. പിന്നെ ഒരു ഇന്റർവെൽ ബ്ലോക്ക് എത്തിയപ്പോഴേക്കും ഞാൻ ഓക്കെ നമുക്ക് സ്വാഭാവികമായിട്ടൊരു അടുത്ത സെക്ഷൻ. പക്ഷെ അതിന് വേണ്ടി വന്നില്ല. ഇന്റർവെൽ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു സെക്കൻഡ് ഹാഫ് കൂടെ പറയാം, അത് നമുക്ക് തീർത്തിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കിത് അങ്ങനെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് പോയ സാധനം എനിക്ക്. പിന്നെ ഇതിൻ്റെ അകത്ത് ശരൺ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. ശരൺ ഭയങ്കര കുറേ ഷെയ്ഡുകളുള്ള ക്യാരക്ടറാണ്. അപ്പോൾ അത് ഞാൻ കൂടുതൽ പറയുന്നില്ല, സിനിമ കാണുമ്പോൾ. കാരണം ഇപ്പോൾ കഥ പറഞ്ഞ പോലെ ആയിപ്പോൾ ഭീമറോ ഫുള്ള് ഏകദേശം കഥ പറഞ്ഞ പോലെ തന്നെ ആയിപ്പോൾ ഈ ശരണിൻ്റെ ഷെയ്ഡുകൾ പറഞ്ഞു. കഥ പറഞ്ഞു അതെ ക്ലൈമാക്സ് മാത്രമേ പറയാനുള്ളൂ. അതും കൂടെ ആയിക്കഴിഞ്ഞാൽ കഥ. അപ്പോൾ ക്ലൈമാക്സിലോട് എത്തി, എൻഡ് ചെയ്തു. അപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചു, ബ്രോ കഥ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു കഥ കൊള്ളാം, നമുക്ക് ചെയ്യാം സംഭവം. പിന്നെ കുറേ നാളത്തേക്ക് ഇവരുടെ വിളിയൊന്നുമില്ല. ഞാൻ വിചാരിച്ചു വെറി കഥ വന്ന് പറഞ്ഞു പോയി, അത്രയേ ഉള്ളൂ. കാരണം ഒരു ദിവസം ഷൂട്ടിന് വിളിക്കുന്നു, ചെല്ലുന്നു. ഞാൻ ആദ്യത്തെ എന്താണ് സംഭവം, നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഫസ്റ്റ് ദിവസം തന്നെ നമ്മൾ എല്ലാവരുമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി ഞാൻ മാത്രമായിട്ട് കുറയ്ക്കേണ്ടല്ലോ, ഫാമിലി സെറ്റപ്പ് പോലെ ഇങ്ങനെ വർക്കൗട്ട് ചെയ്തു. പിന്നെ അപ്പം എനിക്കറിയില്ലായിരുന്നു സുനിലേട്ടനാണ് പ്രൊഡ്യൂസർ എന്ന്. ഓക്കെ ആരും അറിയിച്ചില്ല. നേരത്തെ പറഞ്ഞ പോലെ കള്ളിമുണ്ട് ടീഷർട്ട് ഇട്ടിട്ട് ഒരു അതെ അല്ല അന്ന് ആ ഷൂട്ട് ഈ കാണുന്ന ക്യാരക്ടറായിരുന്നു. ക്യാരക്ടറായിട്ട് ഒരു ലുങ്കിയും അതാവുമ്പോ ആരും പൈസ വയ്ക്കില്ലല്ലോ. അപ്പൊ എനിക്ക് അതോത് ഏകദേശം എല്ലാവരും ടീം വർക്കായിട്ട് വർക്ക് ചെയ്തു. പിന്നെ പടം ഒരുപാട് സ്ഥലത്ത് കുറേ പ്രതിസന്ധികളും പ്രശ്നങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം എനിക്കറിയാം ഇതിൻ്റെ ഓൾമോസ്റ്റ് പ്രശ്നങ്ങൾ. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് എന്താ പടം 6-ാം തീയതി റിലീസാവാണ്. അതിന് ഏറ്റവും വലിയ കാരണക്കാരൻ ഇരിക്കുന്ന മനുഷ്യനാണ്. കാരണം ഒരു പ്രൊഡ്യൂസർക്ക് ഏറ്റവും കൂടുതൽ വിൽ പവർ എന്ന് പറയുന്ന ഒരു സാധനം വേണം. കാരണം എപ്പോൾ വേണമെങ്കിൽ സിനിമ എന്ന് പറയുന്ന സാധനം എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഇട്ടിട്ടോ. അപ്പോൾ ഞാൻ വർക്ക് ചെയ്ത കുറേ പടങ്ങളുണ്ട്, ഒരു 7 ദിവസം 8 ദിവസമൊക്കെ ഷൂട്ട് ചെയ്ത് നിന്നുപോയ പടങ്ങളുണ്ട്. അത് ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട്. പക്ഷേ ഇത് ഇവിടെയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ തരണം ചെയ്തു. ഇപ്പോൾ എന്താ 6-ാം തീയതി റിലീസാവുകയാണ്. ഹാറ്റ്സ് ഓഫ്. കാരണം അത് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. കാരണം ഓരോ ഘട്ടത്തിലും ഈ സിനിമ ഞാൻ എപ്പോഴും വിചാരിക്കുന്നു ഇപ്പോൾ ഇത് നടപടിയാവില്ല. കാരണം എനിക്ക് പേഴ്സണലി എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു. കാരണം ഈ ഇത്രയും നല്ലൊരു സബ്ജക്റ്റ് ഒരു ഡിഫറെൻറ്റ്, അതായത് പറഞ്ഞത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഒരു വേറൊരു പാറ്റേൺ ഉള്ളൊരു സബ്ജക്റ്റ് നമുക്ക് എങ്ങും എത്താണ്ട് പോകുന്നതിൻ്റെ ഒരു വിഷമം. കാരണം അപ്പം നമ്മളെ കൊണ്ടും പറ്റുന്ന രീതിയിൽ അല്ലേ
പറയാലോ ധൈര്യമായിട്ട്. കാരണം ഞാൻ നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ സുല്ലേട്ടനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇങ്ങനെയെങ്കിലും സിനിമ റിലീസ് ചെയ്തേ പറ്റൂ. കുറച്ച് കൂടുതൽ സീൻ വൈസ് നായകൻ പുള്ളിയാണെങ്കിലും സീൻ വൈസ് കൂടുതൽ ഞാനായതുകൊണ്ട് കുറച്ചുകൂടി ഇൻവോൾവ്മെന്റ് കൂടുതലുണ്ട്. അപ്പോൾ അത് പറഞ്ഞേ പറ്റൂ. നായകൻ പുള്ളിയാണെങ്കിലും കയ്യടി വീഴാൻ നമുക്കാണ്. ഈ സിനിമ ഇത്രത്തോളം എത്തിക്കാൻ എന്താ പറയുക, എൻ്റെ ഒരു നട്ടെല്ല് എന്ന് പറയാനുള്ളത് പ്രൊഡ്യൂസറാണ്. കാരണം ഇപ്പം പല സമയത്തും ഈ സിനിമ നമ്മുടെ കയ്യിൽ നിന്ന് പോയി, ഇനിയിപ്പോൾ ഈ സിനിമ റിലീസ് ചെയ്യില്ല എന്നുള്ളൊരു സ്റ്റേജ് വരെ എത്തി. അതിൽ നിന്നൊക്കെ എന്താ പറയുക, ഒരു ഫെനിക്സ് പക്ഷിയെ പോലെ ഈ സിനിമ ഒക്കെ എടുത്തുകൊണ്ട് വന്ന സുല്ലേട്ടനാണ്. അത് എന്താ പറയുക, ഒരു ആസ് എ പ്രൊഡ്യൂസർ ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള ഞാൻ പലരുടെയും ടെൻഷൻ കണ്ടിട്ടുണ്ട്, സുല്ലേട്ടനെയും കണ്ടിട്ടുണ്ട്. അപ്പം ഈ എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്ത് ഈ സിനിമ ഇപ്പോൾ 6-ാം തീയതി റിലീസ് വരെ എത്തി നിൽക്കുന്ന ഒരേ ഒരാൾ കാരണം സുല്ലേട്ടനാണ്. പുള്ളിക്കാരനെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഹാറ്റ്സ് ഓഫ്. അപ്പോൾ പിന്നെ ഓർക്കാനുള്ള സീക്വൻസ് കാരണം നമുക്ക് ഈ സിനിമയിൽ നമുക്കൊരു 5 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് ഡയലോഗ് നമ്മളിങ്ങനെ റിലാക്സ് ഒക്കെ ചെയ്ത് ഇങ്ങനെ പറയാനുള്ള ഒരു അവസരം ഈ സിനിമയിലില്ല. 3 ദിവസം ഞാൻ ഇതൊന്ന് മാരത്തോണിൽ ഓടിയായിരുന്നെങ്കിൽ ഞാൻ ഫസ്റ്റ് പ്രൈസ് ഓടിച്ചിട്ട് തന്നെ. കാരണം 3 ദിവസം ഈ ക്യാമറയും ഞാനും സൈക്കോ ചെയ്യുന്ന ക്യാരക്ടർ എനിക്ക് ഏകദേശം തിരുവനന്തപുരം ഇപ്പോൾ റൂട്ടിലുള്ള എല്ലാ വഴികളും അറിയാം. എങ്ങനെയൊക്കെ ഓടി രക്ഷപ്പെടാം, ഏതൊക്കെ ചേരി കൂടെ ഓടാം, എങ്ങനെയൊക്കെ ഊടുവഴിയിൽ നിന്ന് രക്ഷപ്പെടാം. ക്യാമറ ഓൺ ചെയ്ത് ഓടിക്കണം നമ്മളെ. രാവിലെ വരും, മേക്കപ്പ് വലിയ കാര്യത്തിന് മേക്കപ്പ് കിടും, റെഡി, ഓടിക്കോ. ഏകദേശം ഓടി തീരുമ്പോൾ രാവിലെ 2-ാമത്തെ ദിവസം ഞാൻ പറഞ്ഞു, എന്തിനാണ് മേക്കപ്പ്, ഓടാനല്ലേ, എന്തിനാണ് മേക്കപ്പ്. അത് കഴിഞ്ഞ് അപ്പം നമ്മൾ വിചാരിച്ചു 2-ാമത്തെ ദിവസമല്ലേ, തീർന്നു. രാവിലെ വരും, ഇന്ന് ഷൻഭായി ഇന്നെന്താ ഓട്ടം തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല, ഓട്ടം തന്നെ. ഇങ്ങനെ 3 ദിവസം ഞാൻ പറഞ്ഞു മാരത്തോണിൽ ഓടിയായിരുന്നെങ്കിൽ അല്ലേ എനിക്ക് ഒരു റെക്കോർഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയത്. അതിന് വേറെ സമ്മതിച്ചു കൊടുക്കണം ഇങ്ങനെ കേട്ടോ. നമ്മൾ കൂടെ ഓടുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു പടത്തിൽ ഓടാത്ത അത്രയും ഈ മനുഷ്യൻ കിടന്ന് ഓടിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ 3 പടത്തിൽ എന്നെ മാക്സിമം ഓടിച്ചിട്ടുണ്ട്. അതിൻ്റെ ക്രെഡിറ്റ് എന്തായാലും എന്താ പറയുക, പാവങ്ങളുടെ സന്തോഷികൾ. അങ്ങനെയാണ് ഞാൻ സജീവ് പൂവച്ചനെ ഓടുന്ന മാത്രമല്ല, ഒരു ഈ പോകുന്ന വഴിക്ക് തെങ്ങുണ്ട്, ചാടി വേണം പോവാൻ. അതെ എല്ലാ എക്സസൈസും ലൊക്കേഷൻ അറ്റ്മോസ്ഫിയർ എല്ലാം ഓൾമോസ്റ്റ് ട്രിവാൻഡ്രം തന്നെയായിരുന്നു. ട്രിവാൻഡ്രത്ത് ഔട്ടർ ഏരിയ ആണ്, സിറ്റിയിലോട്ട് വന്നിട്ടില്ല. ഔട്ടർ ഏരിയ ആണ് കൂടുതലും, കൃഷി ഏരിയ ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതെ കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്ന ടൈപ്പ് ലൊക്കേഷൻ. ശരി. എന്റെ ചെക്കോസ്ലോവാക്യയിലായിരുന്നു ഫൈറ്റ് എടുത്തത്. എന്റെ ഓടുന്നത് നമ്മൾ അവിടെ സെറ്റ് ഇട്ടു, ചെക്കോസ്ലോവാക്യയില് കേരളത്തിന്റെ സെറ്റ് ഇട്ടു. അങ്ങനെ ഉള്ളൊരു കാനഡ ആയിരുന്നു. അതെ അല്ല പറയാൻ പറ്റില്ല, സുല്ലേട്ടന്റെ അടുത്ത പടത്തിൽ ഇവിടെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ലൊക്കേഷൻ. സംഭവിക്കാം. ഈ പടം ബ്ലോക്ക് ബസ്റ്റർ ആയാൽ സ്വാഭാവികമായിട്ട് അടുത്ത പടം വരുമല്ലോ. പാട്ടുണ്ട് നല്ല 3 സോങ് ഉണ്ട്. അതിൽ ടൈറ്റിൽ സോങ് ആണ് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് ആൾക്കാരെത്തുക. അതായത് ഏറ്റവും കൂടുതൽ നമുക്ക് പെട്ടെന്ന് നമ്മളെ ക്യാച്ച് ചെയ്യുന്നൊരു സോങ് തന്നെയാണ്, ടൈറ്റിൽ സോങ് തന്നെയാണ്. അത് നമ്മുടെ മ്യൂസിക് ചെയ്തത് അലി രാഷ്ട്രയാണ്. പുള്ളിയാണ് RR ചെയ്യുന്നത്. രണ്ടും സൂപ്പറാണ്. അതുപോലെ ഒരു സോങ് ഉണ്ട്, റൊമാൻസ് സോങ് ഉണ്ട്, പിന്നെ ഒരു സെന്റിമെന്റ്സ്, റിജോഷ് എന്നുള്ള പുള്ളി മ്യൂസിക് ചെയ്തിട്ട് 2 സോങ് ഉണ്ട്. ഒരെണ്ണം തീരാനായി, സമയം തീരാനായി, നമുക്ക് നമ്മുടെ അവസരം നഷ്ടപ്പെട്ടിരിക്കുന്നു. പറഞ്ഞു ഒഫീഷ്യലി ഡയറക്ടർ പറയൂ. ഞാൻ തുടങ്ങി വെച്ചു സാറാണ് പ്രൊഡ്യൂസർ. പ്രേക്ഷകരോട് പറയുന്നത് എല്ലാവരും വന്ന് കാണണം, പൈസ നമുക്ക് പിടിക്കണ്ടേ, കുറെ ചെലവാക്കിയിട്ടിരിക്കല്ലേ കുറെ നാളായി. അല്ല പൈസയുടെ കാര്യം മാത്രമല്ല, കുറെ കലാകാരന്മാരുടെ ഒരു ഹാർഡ് വർക്ക്. ഞാനത് ഒരു പിന്നെ പറയണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ സിനിമയിലെ കഥാപാത്രങ്ങളും ഒക്കെ അത് ക്യാരക്ടേഴ്സിൽ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച ഒത്തിരി പേരുണ്ട്. എല്ലാവരും പുതുമുഖങ്ങളാണ്. അവർക്ക് എല്ലാവർക്കും ഒരു ഭാവി വേണം, അവരുടെ പേര് പുറത്തു വരണം, ഒരു ബ്രേക്ക് ആവണം. അതാണ് എൻ്റെയും ആശ. അതുപോലെ തന്നെ അഭിനയിച്ചിരിക്കുന്നവർക്ക് അതിലിപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കിരൺ ഭായിയും പിന്നെ നമ്മുടെ ജോമോനും, ബാക്കി എല്ലാവരും പുതുമുഖങ്ങളാണ്. അവർക്കെല്ലാം ഇതൊരു ബ്രേക്ക് ആവണം, അവരുടെ പേര് വരണം, നാളെ അവർക്കൊരു ചാൻസ് കിട്ടണം, അവർ ഒരു നല്ല രീതിയിൽ നല്ലൊരു അഭിനേതാക്കളായി മാറണം എന്നുള്ളതിൻ്റെ ഒരു ആഗ്രഹമാണ്. അതുകൊണ്ട് പ്രേക്ഷകർ
ആണ് വിധികർത്താക്കൾ. നിങ്ങൾ കാണുക, സിനിമയെ പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ തന്നെ എല്ലാ കലാകാരന്മാരെയും കലാകാരികളെയും ഈ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓക്കെ, അപ്പോൾ വേദിക്ക് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. കാരണം ഇതിൽ പുതുമുഖങ്ങൾ ആണെന്ന് വിചാരിച്ച് തള്ളിക്കളയരുത്. കാരണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഇപ്പം നമ്മളൊക്കെ വർക്ക് ചെയ്യുന്ന അത്രയും ആൾക്കാർ, ആ റേഞ്ചിൽ എക്സ്പീരിയൻസിൻ്റെ ആൾക്കാർ പെർഫോം ചെയ്യുന്ന അത്രയും തന്നെയാണ് ഇവരൊക്കെ ചെയ്യുന്നത്. അത് എനിക്ക് 100% ഉറപ്പ് പറയാൻ പറ്റും. കാരണം ഞാൻ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരത്രയും നന്നായിട്ട് എഫേർട്ട് ഇട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പുതുമുഖങ്ങൾ എന്നുള്ള നിലയ്ക്ക് പ്രേക്ഷകർ ഈ സിനിമ തള്ളിക്കളയരുത്. അവരത്രയും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അവരുടെ ടാലൻറ്റ് നിങ്ങൾ കണ്ട് വിലയിരുത്തി തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ ഒന്ന് കാണണം. തിയേറ്ററിൽ കാണണമെന്ന് പറയുന്ന ഒരു റീസൺ കൂടെ എന്താ വെച്ചാൽ, ഇപ്പം നേരത്തെ ഷാൻ പറഞ്ഞ പോലെ ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന അലിദാസ് എന്ന് പറഞ്ഞ പേഴ്സണലായിട്ട് അത്ര വലിയ പരിചയമില്ല. ആ മ്യൂസിക് ഭയങ്കര അതെ, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, മസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. വെറുതെ പറയുന്നതല്ല. അതിനകത്തൊരു മറ്റേ റൊമാൻറ്റിക് സീക്വൻസ് ഉള്ള സീൻസ് ഇതൊക്കെയാണ്. അതിൻ്റെ ഒരു പ്രശ്നമുള്ളൂ. വിപിൻ ചേട്ടനായിരുന്നു എല്ലാവരും കൗണ്ടർ അല്ല, ഇപ്പൊ ഞാൻ ഉൾട്ടടിച്ചു തുടങ്ങി. അവിടത്തെ അല്ല, വെറിയിൽ നിന്ന് പറ്റി തെളിഞ്ഞു. പക്ഷിയെ പോലെ പറഞ്ഞു തീരുമല്ലേ, ജോമൻ പറഞ്ഞ വലിച്ചു എഴുന്നേറ്റ്. പട്ടോ അപ്പൊ ഈ മ്യൂസിക് 2 സോങ്സ് അല്ലെങ്കിൽ 3 സോങ്സ്, എസ്പെഷ്യലി നമ്മുടെ ഇൻട്രോ മ്യൂസിക് ഭയങ്കര രസമുള്ളതാണ്. എല്ലാവരും ആദ്യം മുതൽ വന്ന് കേൾക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും വന്ന് തിയേറ്ററിൽ മൂവി കാണട്ടെ. കാണണമെന്ന് ഞാനും പേഴ്സണലി റിക്വസ്റ്റ് ചെയ്യാണ്. ഇവർക്ക് എല്ലാവിധ ആശംസകളും. ഓക്കെ.